നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് 16 മത്സരങ്ങളും കഴിഞ്ഞല്ലോ. ഇനി ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്ക്. ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിൽ മുന്നിൽ ആരാണ്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതുവരെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചവരാരാണ്? ഒന്നാമത് ആംഗേൽ ഡി മരിയാണ്, ബെൻഫിക്കയുടെ അർജൻറ്റീൻ സൂപ്പർ താരം. ബെൻഫിക്കയ്ക്ക് വേണ്ടി അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇനി നാട്ടിൽ റൊസാരിയോ സെൻട്രലിന് വേണ്ടി കളിക്കാൻ പോവുകയാണ്. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം 4 ഗോളുകൾ ഈ പ്രായത്തിലടിച്ചിട്ടുണ്ട്. 4 പെനാൽറ്റി ഗോളുകളാണ്. അതിനെന്താണ്, പെനാൽറ്റി ഗോളല്ലേ? പെനാൽറ്റിയും ഗോളാണ്. പെനാൽറ്റി കൊണ്ട് വേൾഡ് കപ്പുകൾ വരെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. 2022 വേൾഡ് കപ്പ് അർജൻറ്റീന നേടിയത് എങ്ങനെയാണ്? പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യനിർഭാഗ്യങ്ങളിലാണ്. 94 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയത് എങ്ങനെയാണ്? വേൾഡ് കപ്പ് നേടിയത് പെനാൽറ്റി കൊണ്ടാണ്. അപ്പോൾ പെനാൽറ്റിയെ ചിലരെങ്കിലും താഴ്ത്തി കാണാറുണ്ട്. അങ്ങനെ കാണേണ്ടതില്ല. അതുകൊണ്ട് ആംഗേൽ ഡി മരിയാണ് ഒന്നാമത്. ഗോളിൻ്റെ കാര്യത്തിൽ ഒന്നാമത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആംഗേൽ ഡി മരിയാണ്. രണ്ടാമത് ജമാൽ മുസിയാല, ഫിൽ ഫോഡൻ, എർലിംഗ് ഹാലൻഡ്, ജർമ്മൻ ബെർട്രൈം, ഗോൺസാലോ ഗാർസിയ, ഹാരി കെയ്ന്, മൈക്കൽ ഒലീസെ, ഹിരാൻ ഇൽഡിസ്, വെസാം അബു അലി, പെട്രോനെറ്റോ, മാർക്കസ് ലിയനാർഡോ, സെറോ ഗിറാസി എന്നിവരൊക്കെയുണ്ട്. ഇവരൊക്കെ 3 വീതം ഗോളുകൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിലിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തായി കഴിഞ്ഞു ആംഗേൽ ഡി മരിയ. സോ അദ്ദേഹത്തെ മറികടക്കാൻ സാധ്യതയുള്ളവരവിടെ ഉണ്ട്. ബയൺ മ്യൂണിക്ക് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജമാൽ മുസിയാലയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഗോൺസാലോ ഗാർസിയ റയൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. ഹാരി കെയ്നിന് സാധ്യതയുണ്ട്. മൈക്കൽ ഒലീസയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ടോപ്പ് സ്കോറർ പട്ടത്തിനുള്ള സാധ്യത എവിടെയുണ്ട്. പെഡ്രോനെറ്റയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധ്യതയുണ്ട്. മാർക്കസ് ലിയനാർഡോക്കും സെറോ ഗിറാസിക്കും മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധ്യതയുണ്ട്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാര് സ്വന്തമാക്കും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ പറയുന്ന താരങ്ങളൊന്നും ഇനി ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ മുന്നിലുള്ള ഡി മരിയയ്ക്ക് അത് കിട്ടുകയും ചെയ്യും. എന്തായാലും പോരാട്ടം കനക്കും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.